നമ്മളുടെ പ്രജകൾക്കൊപ്പം നിങ്ങൾക്ക് ഏവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ തിരുമേനി. അവിടത്തേക്കും അപ്രകാരം എന്ന് തന്നെ വിശ്വസിക്കുന്നു. അല്ല തിരുമേനി, അങ്ങെന്താണ് ഈ സമയം തെറ്റിയ കാലത്ത് കേരളത്തിലേക്ക് എഴുന്നള്ളിരിക്കുന്നത്? അല്പം സമയം തെറ്റിച്ച് വന്നാലല്ലേ ജനങ്ങളെ നേരിട്ടറിയാൻ സാധിക്കൂ. അല്ലെങ്കിൽ അവർ എന്റെ വരവ് പ്രതീക്ഷിച്ച് നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ചു നിൽക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സുഖ സൗകര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വെച്ചു. അതെ അതെ, അപ്രതീക്ഷിതമായി വരുമ്പോഴല്ലേ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റൂ. അതുമാത്രമല്ല, ഇലക്ഷൻ എല്ലാം അടുത്തോട്ട് വന്നല്ലോ. നോം ഇതുവരെയും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം അതൊന്ന് കാണാം, അതൊന്ന് അനുഭവിക്കാമെന്ന് വിചാരിച്ചു. രാജഭരണം ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് അഭിനവ രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ, ഈ ജനാധിപത്യ പ്രക്രിയ എന്താണെന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, ഓണക്കാലത്ത് വരുമ്പോ എന്നും മഴയും വെള്ളവും ചെളിയും കുണ്ടും കുഴിയും നടന്നു പോകാൻ സാധിക്കില്ല. അതേസമയം വേനൽക്കാലത്ത് വരുമ്പോ എന്ത് സുഖമാണ്, സുഖകരമായ നടത്തം, എവിടെ വേണമെങ്കിലും പോകാം. അതെ തിരുമേനി, അങ്ങ് പറയുന്നത് 100% സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം. മന്ത്രി, എവിടെ നമ്മുടെ കുതിരവണ്ടി? അയ്യോ തിരുമേനി, നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. സാധാരണഗതിയിൽ കർക്കിടക മാസത്തിലാണല്ലോ നന്നാക്കി കിട്ടാറ്. ഇത്തവണ അങ്ങ് നേരത്തെ വന്നുകൊണ്ട് ശരിയാക്കി കിട്ടിയിട്ടില്ല. അത് സാരമില്ല, നമ്മൾക്ക് ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന് അവരെ പരിചയപ്പെടാം. അതാണല്ലോ ഇപ്പോഴത്തെ ജനാധിപത്യ രീതി. ഇവരെന്തീ കാട്ടുന്നത്? ഇവരെന്തിനീ കല്ലെറിയുന്നത്? അവരാ മാങ്കൂട്ടത്തിലേക്ക് കല്ലെറിയണത്. ഈ മാങ്കൂട്ടത്തിലേക്ക് കല്ലെറിയാൻ അവരെന്ത് കുട്ടികളാ? കുട്ടികളൊക്കെ തന്നെ, ശരീരം കൊണ്ട് മാത്രമേ വലുതായിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ അവരെ സഖാക്കളെ എന്ന് വിളിക്കണത്. അതെയോ? ഈ സഖാക്കൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരല്ലേ? പിന്നെ ഇവരെന്തിനീ കല്ലെറിയുന്നത്? അത് ഇലക്ഷൻ എടുക്കുമ്പോ അതിവിടെ ഒരു പതിവാ. ഇവര് ഈ മാങ്കൂട്ടത്തിലേക്കും പുളിങ്കൂട്ടത്തിലേക്കും സോളാർ പാനലിലും ഐസ്ക്രീം പാർലറിലും ഒക്കെ കല്ലെറിയും. അതാണല്ലോ അവരുടെ ഒരു വിനോദം. അതെയോ? മന്ത്രി, നമ്മൾക്കും ആ കുട്ടികളെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അവരെ വിളിക്കുക. അതെ, ഒന്നിങ്ങോട്ട് വരിക. ആരാ? മനസ്സിലായില്ല. എന്താ കാര്യം? ഞങ്ങളിവിടെ കാര്യപ്പെട്ട പണി ചെയ്തോണ്ടിരിക്കുക, കണ്ടില്ലേ? ഇത് മാവേലി തമ്പുരാൻ. അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടണമെന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ചോദിക്കത്താനാരാ? ഞങ്ങൾ എന്താ ചെയ്യണെന്നൊക്കെ കണ്ടൂടെ? ഇതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യണേ. അതെ, എന്തിനാ എതിരാന്ന് നമുക്കറിയില്ല. ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു. എലക്ഷൻ കഴിയുന്നവരെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. മാവേലി തമ്പുരാനെ, നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ അടുത്തേറ് നമ്മൾക്കിട്ടായിരിക്കും. അതെ, നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ മുറ പോലെ നടന്നോട്ടെ. ഞങ്ങൾ പോവുകയാ. വരൂ. ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ മന്ത്രി. കേരളത്തിലെ റോഡുകൾ നിത്യവും ഇതുപോലെ അടിച്ചു വൃത്തിയാക്കാറുണ്ടോ? എല്ലാ റോഡുകളും ഇല്ല, എന്നാലും പട്ടണത്തിലെ മിക്കവാറും എല്ലാ റോഡുകളും വൃത്തിയായ സൂക്ഷിക്കുന്നത്. ഗംഭീരം തന്നെ മന്ത്രി. നമ്മുടെ കാലത്ത് പോലും ഇതുപോലെ മനോഹരമായ റോഡുകൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ റോഡുകൾ കണ്ടാൽ സാൻ ഫ്രാൻസിസ്കോയിലെയും ചിക്കാഗോയിലെയും പോലെ അതിമനോഹരമാണ്. ഓ, തിരുമേനി ഇവിടെ നിന്ന് പാതാളത്തിൽ പോയാൽ പിന്നെ ചിക്കാഗോയിലേക്കും സാൻ ഫ്രാൻസിസ്കോയിലേക്കൊക്കെ പോകാറുണ്ടോ? നോം യൂട്യൂബിൽ കണ്ടതാണേ. പാതാളത്തിൽ സമയം കളയാൻ വേറെ വഴികളൊന്നും ഇല്ലല്ലോ. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ. ഇതാരിത്? കൊറേ നാളായല്ലോ കണ്ടിട്ട്. എന്നെ കൊണ്ട് വിശേഷമൊക്കെ? വിശേഷം ഇലക്ഷനൊക്കെ വരുമല്ലേ? ഈ വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാർ കളിക്കുന്ന ഒരു കോപാടത്തിലുണ്ടല്ലോ, കണ്ടാൽ ചിരി വരും. ആ ശരി. ചേച്ചി, ഇപ്രാവശ്യം കിറ്റുണ്ടാ? ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിറ്റുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഒരു പടി കൂടി മുന്നിൽ കയറിയാണ് നേതാക്കന്മാരുടെ കളി. അതെന്താ അങ്ങനെ പറഞ്ഞേ?
എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്നലെ വോട്ട് ചോദിച്ച് സഹാക്കളെല്ലാം വീട്ടിൽ വന്നു. മൂത്ത സഖാവ് അടുക്കളയിൽ കയറി പാത്രമെല്ലാം കഴുകി തന്നു. കുട്ടി സഖാവ് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തന്നു. വേറൊരു സഖാവ് കൊച്ചുമോൻ ഉമ്മറത്ത് അപ്പിയിട്ടിരുന്നു. അതെല്ലാം വാരിയെടുത്ത് മുഴുവൻ വൃത്തിയാക്കി തന്നു. ആഹാ, ആ ചേച്ചി എന്റെ വീട്ടിൽ വന്നിരുന്നു. സഖാക്കളല്ലോ, വേറെ കുറെ കതൽധാരികള്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തോണ്ട് മുറ്റമൊക്കെ അടിച്ചിടാൻ പറഞ്ഞു. മുറ്റമൊക്കെ നല്ല അന്തസ്സായിട്ട് അടിച്ചിട്ട് കിണറ്റിൻ കരയിലുള്ള പാത്രത്തിലൊക്കെ ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിട്ട് അവര് പോയത്. ഇനി കഷ്ടകാലത്തിന് ഇവനെങ്ങാനും ജയിച്ചാൽ എങ്ങനാണാവോ ഇതിനൊക്കെ പകരം വീട്ടാൻ പോകുന്നത്? എന്ത് പ്രതികാരം ചേച്ചി, കൈയിട്ട് വാരുക തന്നെ. ഒരാൾ ഓൾറെഡി പറഞ്ഞല്ലോ, 9.5 വർഷത്തെ നഷ്ടം തിരിച്ചു പിടിക്കാനായിരിക്കണം ഈ വർഷത്തെ വോട്ടെന്ന്. അതെ അതെ, കക്കുക എന്നത് നേതാക്കന്മാരുടെ ജന്മാവകാശമായി മാറിയിരിക്കുക. അന്ന് അവിടെ കണ്ട ആള് പോയി. അതെ, സ്ത്രീകളുടെ കുളിസിങ്ങുള്ള അവരെ പരിപാടി വേഷം മാറി നടന്നു. പിടിക്ക്, വിടരുതേരാ. ഒരു ശബ്ദം കേട്ടില്ലോ. ഇനിയിപ്പോ വല്ല ബോംബ് വെച്ചോ ആയിരിക്കുവോ? ആ അതെ അതെ, യുദ്ധം നടക്കല്ലേ ഇപ്പോ. വല്ല റോക്കറ്റ് എങ്ങാനും വഴിയേറ്റ് നമ്മുടെ കൊളക്കടവി വീണതായിരിക്കും. എല്ലാ മഹാമന്ത്രി, ഇവരെന്തിനാണ് നമ്മെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ടത്? നമ്മൾ ഒളിഞ്ഞു നിന്ന് സ്ത്രീകളുടെ കുളി കാണുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം അവർ നമ്മളെ പിന്നിൽ നിന്ന് ചവിട്ടിയത്. ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും മാന്യതയ്ക്കും നല്ലത്. അതേ തിരുമേനി, നമുക്കല്പം ഒളിഞ്ഞും മറഞ്ഞും രഹസ്യമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ പോലുള്ള ഒരു മഹാരാജാവ് ജനങ്ങളുടെ ഇടയിലൂടെ ഒരു ഭീരുവിനെ പോലെ പാത്തും പതുങ്ങിയും സഞ്ചരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണെന്ന് നമുക്കറിയാം. പിന്നെ 10ഉം 50ഉം കാറുകളുടെ അകമ്പടിയോടെ ജനങ്ങളെ പേടിച്ച് സഞ്ചരിക്കുന്ന നാട്ടുപ്രമാണിമാരുള്ള ഈ നാട്ടിൽ ഇതൊരു കുറവല്ലാന്ന് നാം മനസ്സിലാക്കുന്നു. അതേ തിരുമേനി, നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ ചൊല്ല്. അപ്പോ ഇനി എങ്ങോട്ടാണ് അടുത്ത യാത്ര? സംശയമെന്ത്? പുലിമടയിലേക്ക് തന്നെ. പുലിയെ പുലിമടയിൽ തന്നെ ചെന്ന് നേരിടണമെന്നല്ലേ നമ്മുടെ പുലിമുരുകൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നും മനസ്സിലായില്ല. ഇവിടെ ഇപ്പോൾ പുലി ഏത്, പുലിമട ഏത്? എടോ മന്ത്രി, നാം എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ജനകീയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ. അപ്പോ അതിന്റെ ശക്തമായ ചലനങ്ങളുള്ള ഇടം ഏതാണ്? പാർട്ടി ഓഫീസ്. ഇനി നമുക്കൊരു പാർട്ടി ഓഫീസിലേക്ക് എത്തി നോക്കാം. തിരുമേനി, പാർട്ടി ഓഫീസാണ്. കണ്ടും കേട്ടും പാത്തും പതുങ്ങിയും ഒക്കെ നിന്നില്ലെങ്കിൽ കാര്യം അവതാളത്തിലാകും. അങ്ങനെ ഭയപ്പെട്ടാലോ? എന്താ നടക്കുന്നതെന്ന് നമുക്കും അറിയണ്ടേ? വരൂ, പോകാം. പ്രിയ സഖാക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, ഇലക്ഷൻ അടുത്തു വരുന്ന ഈ സമയത്ത് അധികാരമോഹികളായ കുറെ കുലംകുത്തികൾ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വേറെ പാർട്ടി ഉണ്ടാക്കിയ വിവരം. നിർഭാഗ്യവശാൽ അവർക്കാണ് നമ്മുടെ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്, കോമൺ പീപ്പിൾസ് പാർട്ടി ഓഫ് കേരള. അതിനൊരു ചിഹ്നവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രമാണ് നിങ്ങളുടെ പുറകിലുള്ളത്. ഇനി ഇതായിരിക്കും നമ്മുടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം. അതേതായാലും നന്നായി നേതാവേ. കാലത്തിനൊത്ത് നമ്മളും നമ്മുടെ ചിഹ്നം പരിഷ്കരിച്ചത് വളരെ നല്ല കാര്യമാണ്. അതെ, നമ്മുടെ ഈ ചിഹ്നം നയപരമായ ആശയങ്ങളോട് അടുത്തു നിൽക്കുന്നതും ഒത്തുചേർന്ന് പോകുന്നതുമാണ്. സ്വർണ്ണവളങ്ങളിട്ട അരിവാൾപ്പിടിയും അതുപോലെ തന്നെ സ്വർണ്ണമാല അണിഞ്ഞ അരിവാളും സ്വർണത്തിൽ പൊതിഞ്ഞ കോടാലിയും പാർട്ടിയുടെ ആധുനിക മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അല്പം മുതലാളിത്ത സംസ്കാരത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതായി ഈ ചിഹ്നം വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എടോ, അല്പസ്വല്പം മുതലാളിത്ത സംസ്കാരവും സാമ്പത്തിക പിന്തുണയും ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒഴിച്ച് ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും ഈ പ്രസ്ഥാനം തുറച്ചു നീക്കപ്പെട്ടത് ഇത്തരം തെറ്റായ സമീപനങ്ങൾ മൂലമാണ്. ഇത് തിരുത്തപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ കൂടി ഒരു അനിവാര്യതയാണ്. ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല. ഇന്നു മുതൽ ഇതാണ് നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എതിർക്കണമെന്ന് തോന്നുന്നവർക്കും പാർട്ടിക്ക് പുറത്താണ് സ്ഥാനം. അത് ഓർമ്മയിരിക്കട്ടെ. ഈ നേതാവ് കേമൻ തന്നെ ധിക്കരിക്കുന്നവർക്ക് സ്ഥാനം പുറത്താണെന്ന് ധൈര്യത്തോടെ പറഞ്ഞല്ലോ. അതേ തമ്പുരാനെ, കൈ ചൂണ്ടി കുലംകുത്തികൾക്ക് നേരെ കടക്ക് പുറത്തുനിന്ന് ആക്രോശിക്കാനും ഒരു ചങ്കൂറ്റം വേണം. പണ്ട്
കൈകൊണ്ട് പ്രത്യേകതര ശബ്ദമുണ്ടാക്കി ശത്രുക്കളെ ഓടിച്ചിരുന്ന നേതാവാണ് അദ്ദേഹം. അതെയോ, അതെനിക്കറിയില്ലായിരുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? അയ്യോ, അത് വേണം തിരുമേനി. അല്പം കൈവിട്ട കളിയാണത്. ആ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ജോലികളൊക്കെ? ആവശ്യത്തിന് വർക്കൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സഖാവേ. ഭാഗ്യത്തിന് ഇന്ന് നല്ല വർക്ക് കിട്ടി. 2 ലോഡിംഗ് ജോലികളാണ് ഇന്ന് ചെയ്തു തീർത്തത്. എത്ര പേരെ ചന്തയ്ക്ക് പിടിച്ച് കയറ്റി, എത്ര പേരെ വയറിന് പിടിച്ച് കയറ്റി. ഒരാളെ ചന്തയ്ക്ക് പിടിച്ച് കയറ്റി കൊടുത്തു, മറ്റൊരാളെ വയറിൽ പിടിച്ച് കയറ്റാൻ സഹായിച്ചു. വയറിൽ തന്നെ ആണോ പിടിച്ചത്, അതോ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയോ? അല്ല, ചെകിടത്ത് അടി കിട്ടി എന്ന് കേട്ടത് കൊണ്ട് ചോദിച്ചതാണേ. അല്പം ഒന്ന് കൺട്രോൾ തെറ്റി പോയി, അതുകൊണ്ട് പറ്റിയതാണ്. ഇനി പറ്റില്ല, മാപ്പാക്കണം. ഞാൻ പണ്ടേ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ, വളരെ ശ്രദ്ധിച്ചു വേണം ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് ജോലികളൊക്കെ ചെയ്യാനെന്ന്. അല്പം ഒരു അശ്രദ്ധ പറ്റിയാൽ അവർ കൈവയ്ക്കും, അല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കും. ഏതായാലും ഒരു 1500 ഫീസ് അടച്ചിട്ട് പൊക്കോ. 1500 മുഴുവനും വേണോ? ചെകിടത്ത് ഒരു അടി കിട്ടിയതല്ലേ. ആ, ഒരു 150 രൂപ വേണേ കുറച്ചോ. ഒരു 750 രൂപ എൻ്റെ അക്കൗണ്ടിലും ഒരു 600 രൂപ ഇയാളുടെ അക്കൗണ്ടിലും ഇട്ടേക്ക്. ശരി നേതാവേ, ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്തേക്കാം. ആ, എന്നാ ശരി, നിങ്ങൾ കേട്ടോ. ആ, വാ വാ വാ. എങ്ങനെ ഉണ്ടായിരുന്നു തൻ്റെ അൺലോഡിങ് ജോലികളൊക്കെ? ഇന്ന് പണി കുറവായിരുന്നു. ഒരു അൺലോഡിങ് ജോബ് മാത്രമേ കിട്ടിയുള്ളൂ. അതും വയറിൽ സപ്പോർട്ട് കൊടുത്ത് ഇറക്കിയ കാരണം കൈയൊന്നും അറിയാതെ മുകളിൽ പോയി കിട്ടി കരണത്തേക്ക്. അപ്പൊ താനും ഇതുവരെ നേരെ ചൊവ്വേ പണിയൊന്നും പഠിച്ചിട്ടില്ല എന്ന് സാരം. സൂക്ഷിച്ചും കണ്ണുമൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ പണി പാളും. ഇല്ല സഖാവേ, ഇനി അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ആ, ഒരു 750 രൂപ അടച്ചു പോക്കോ. 400 എൻ്റെ അക്കൗണ്ടിലും 350 ഇയാളുടെ അക്കൗണ്ടിലും ഗൂഗിൾ പേ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നാളെ ഞങ്ങൾ പണിക്ക് വന്നോട്ടെ. ഇത് എന്ത് തരം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആണ്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊരു പുതിയ തരം സേവനമാണ് മാവേലി. സ്ത്രീജനങ്ങളെ ബസ്സിനുള്ളിൽ കയറാനും ഇറങ്ങാനും സഹായിക്കുകയാണ് ഈ യുവജനങ്ങൾ. ഓ, അങ്ങനെയോ? അതൊരു നല്ല കാര്യമാണല്ലോ. അല്ലെങ്കിലും മലയാളികൾ നല്ല കരുണയുള്ളവരാണ്. ഒരു പ്രശ്നമുണ്ട് തിരുമേനി. പണ്ടൊക്കെ പ്രൈവറ്റ് ബസ്സിലെ കിളികൾ സ്ത്രീകളെ തള്ളി കയറ്റുന്ന മാതിരി ഇവരും തള്ളി കയറ്റുമ്പോൾ അറിയാതെ നിതംബത്തിലോ മാറിടങ്ങളിലോ കൈകൾ കൊള്ളാറുണ്ട്. പ്രതിഫലവും കൈയോടെ കിട്ടാറുണ്ട്. ആ പ്രതിഫലത്തിന്റെ ഒരു ഭാഗമായിരിക്കും അവർ ഇവിടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നതല്ലേ? ആ പ്രതിഫലത്തിന്റെ ഭാഗമല്ലെങ്കിലും പ്രത്യുപകാരമായി ഇവർ നേതാക്കന്മാർക്ക് പൈസ കൊടുക്കാറുണ്ട്. കാലം പോയ പോക്കെ എന്തൊക്കെ പ്രതിഫലങ്ങളും പ്രത്യുപകാരങ്ങളുമാണ് ഈ കൊച്ചു കേരളത്തിൽ. 2 ആൾക്കാർ എന്തോ പൊതിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പ്രത്യുപകാരമായിരിക്കും. ആഹാ, ഗംഭീരമായിരിക്കുന്നല്ലോ. ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് ഇവിടെ നിന്നുള്ള അമ്പലങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ഈ ജില്ലയിലുള്ള അമ്പലങ്ങളിൽ നിന്ന് തന്നെയാണ്. മറ്റു ജില്ലകളിലേക്കൊന്നും നിങ്ങൾ അതിക്രമിച്ച് കടന്നിട്ടില്ല. പിന്നെ കുറച്ച് സ്വർണം സൊസൈറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര രൂപയുടെ സ്വർണം ഉണ്ടാകും? ഒരു 2 കോടി കുറയില്ലെന്നാണ് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നത്. എല്ലാം നല്ല ഒറിജിനൽ 22 ക്യാരറ്റ് സ്വർണത്തിൽ പണിത ആഭരണങ്ങളാണ്. മാത്രമല്ല ക്ഷേത്രങ്ങളിൽ നിന്നുള്ളതാവുമ്പോൾ വിലയും അല്പം കൂടുതൽ കിട്ടും. ഇതിന്റെ പഴക്കവും പുരാവസ്തു വിലയും നോക്കിയിട്ടാണ് യഥാർത്ഥ വില നിശ്ചയിക്കുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ 22 ക്യാരറ്റ് മാത്രമല്ല, സ്വർണത്തിന്റെ പഴക്കവും അത് ഏത് അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ചു എന്നതും വില നിർണ്ണയിക്കുന്നതിൽ ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. എന്തായാലും വേണ്ടിയല്ല, ഇതിപ്പോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് പറയുന്നു. ഏതാണ്ട് 2-3 കോടി ലക്ഷം രൂപയുടെ സ്വർണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടി അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ആരാ? കോടീശ്വരൻ. വെറും കോടീശ്വരനല്ല, കോടീശ്വരൻ. ഓ, അതും കൂടെ ഇങ്ങനെ കിട്ടിയിട്ട് വേണം എനിക്ക് നമ്മുടെ ലൂകളും മറ്റേ മാസ്കിന്റെ കമ്പനിയും പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയാ മാസ്ക്രോസോഫ്റ്റ് അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ. എന്നിട്ട് വേണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ഓ ദേ നോക്കിയേ, ശരീരത്ത് മുഴുവൻ കുളിര് കോരുന്നു. അതിലും മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. അതേ, അവൻ നമ്മളെ ഹിന്ദിയിലൊന്ന് പറയണ്ട്, തെറിയാണോ സംശയണ്ടാ. അവനൊക്കെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇത് സകലത് നാട്ടിൽ കൊടുത്തിട്ടാണ് ഇവനൊക്കെ പോക്കരത്തരം കാണിക്കുന്നത്. അതെ, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വിട്ട കാലത്ത് പഠിച്ച രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവായിരുന്ന. അത് ശരിയാണ്. കഷ്ടം. ദേ ബാലമാഷിരിക്കുന്നു, നമുക്ക് ബാലമാഷോട് ചോദിക്കാം. ഒരു ബംഗാളി പയ്യലാണ് പോണുണ്ടായിരുന്നു. അവനെ ഒരു നാണോ ഇല്ലാണ്ട് ഈ അമ്പലത്തിന്റെ ചുറ്റുമതിലും മൂത്രം ഒഴിച്ചേക്കണം.
എനിക്കപ്പോ ദേഷ്യമാണ് വിട്ട് പോവാൻ പറഞ്ഞു. അപ്പൊ അവനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഹിന്ദിയിലൊരു ചീത്ത. ബാലമാഷി ഹിന്ദി പഠിച്ചല്ലേ, എനിക്ക് അതിന്റെ അർത്ഥം ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തന്നെ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവൻ എന്താ പറഞ്ഞേ? എന്റെ മുഖത്ത് നോക്കി ചോദിക്കാണ് തൂ 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 തൂഹേ തൂഹേ കോണെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? തൂ ഹേ കോൺ. കോൺ തൂ ഹേ കോൺ എന്ന് പറഞ്ഞാ നീ ഏത് കോണത്തിലെ കോപ്പനാണ്? അത് ശരി, അവൻ ശരിയാക്കണല്ലോ. പക്ഷേ ആപ്പ് ഹേ കോൺ എന്ന് പറഞ്ഞ എന്താ എന്നാ അവൻ നോക്കി വിളിച്ചേ? അവ അങ്ങനെ പറഞ്ഞ ആപ്പ് എന്ന് പറഞ്ഞ അപ്പൻ, കോൺ. ആ നിന്റെ അപ്പൻ ഏത് കോണത്തിലെ കോപ്പനാണ്? പറഞ്ഞവൻ നിന്റെ അപ്പനെ കയറി പറഞ്ഞോടാ. എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ അപ്പനെ കയറി പറഞ്ഞ വെറുതെ വിടില്ല. ഞാൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. വാടാ. അപ്പൊ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. വെറുതെ അല്ല നമ്മുടെ നാടുകളിലാവട്ടെ. ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ചിട്ട് ഇവർക്ക് എന്താണ് മന്ത്രി ഗുണം? പണ്ടൊരു നേതാവ് പറഞ്ഞതുപോലെ 40 വണ്ടി തിരുവനന്തപുരത്തേക്കും 40 വണ്ടി കാസർഗോഡേക്കും, അതും 20 മിനിറ്റ് ഇടവിട്ട്. എന്തിനാ മന്ത്രി ഇവരിങ്ങനെ നുണ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുന്നത്? യാതൊരു മെച്ചവുമില്ല തിരുമേനി. ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് ഇവർക്ക്. ഒരുതരം സാഡിസം അല്ലേ മന്ത്രി? ഈ മലയാളികൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഉഡായിപ്പ് ടീമുകളായി മാറിയത്? ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ഒരുതരം ഉഡായിപ്പിന്റെ കേന്ദ്രമായിരിക്കുകയാണ്. ആഹാ, നേർക്കൊക്കെ രണ്ടും കരക്കേറി ഇരിപ്പുണ്ടല്ലോ. ഇവനൊക്കെ ആണുങ്ങളുടെ കുരിശിയും കാണാൻ വന്നിരിക്കണെന്നാ തോന്നുന്നത്. അല്ല സഖവേ, ഇതെന്ത് ചപ്പാത്തി പലകയായിട്ട് കുളിക്കടവിലേക്ക്? മടുത്തടോ, ഈ ബഹുരാഷ്ട്ര കുത്തകളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതെന്താ സഖാവേ അങ്ങനെ പറഞ്ഞത്? ദേ ഇതൊന്ന് നോക്കിയേ, ഇതിനകത്ത് ഇനിയും 10 ദിവസം തയ്ക്കുവാനുള്ള പേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ ഞെക്കിയാലും ഒരു തൊള്ളി ഇതിനകത്ത് നിന്ന് പുറത്തു വരില്ല. അങ്ങനെ അവർ ഈ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ബഹുരാഷ്ട്ര കുത്തകളുടെ മാർക്കറ്റിംഗ് തന്ത്രം. നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ പണം പിഴിഞ്ഞെടുക്കുകയല്ലേ. അല്ല സഖവേ, ഇതിനകത്ത് നീ എന്ത് ഞെക്കിയെടുക്കാനാ? എല്ലാം തീർന്നല്ലോ. ഇനി ഞെക്കി ആ പ്ലാസ്റ്റിക് പൊട്ടിപ്പോലേ. താനൊക്കെ അതേ പറയൂ. താനും ഒരു പെറ്റി പൂർഷയല്ലേ. തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പേസ്റ്റ് കൊണ്ട് ഇനിയും 10 ദിവസം കൂടി പല്ല് തേക്കും. ഞങ്ങൾ സഹാക്കൾക്ക് നേരെയുള്ള ബഹുരാഷ്ട്ര കുത്തകളുടെ ചൂഷണത്തിന് ഞാൻ നിന്നു കൊടുക്കില്ല. എന്റെ അവസാന ശ്വാസം വരെയും ഞാൻ പൊരുതും. അല്ല സഖാവ്, ഈ കുളിക്കടവിൽ നിന്നുകൊണ്ട് എങ്ങനെയാ ബഹുരാഷ്ട്ര കുത്തകളെ എതിർക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ നോക്കിക്കോ, ഞാൻ എങ്ങനെയാ ഈ ബഹുരാഷ്ട്ര കുത്തകളെ തകർക്കുന്നതെന്ന്. ഞങ്ങൾ സഖാക്കളോടാ കളി. തനിക്കൊക്കെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ശീലമുള്ളൂ. പക്ഷേ ഞങ്ങൾ സഹാക്കൾ അങ്ങനെയല്ല. ഏതു കൊമ്പത്തെ ബഹുരാഷ്ട്ര കുത്തയാണെങ്കിലും ഞങ്ങൾ അവരെ പിഴിഞ്ഞെടുത്തിരിക്കും. പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ സഹാക്കൾ ആരാണെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. എന്താ മന്ത്രി നമ്മെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്? ഇല്ല, അടിയനങ്ങ് തള്ളിയില്ല തിരുമേനി. അതെയോ, ആരോ നമ്മെ തള്ളിയതുപോലെ തോന്നി. വീഴാൻ പോയി. ഓ അതോ, അത് ഈ സഖാക്കളുടെ തള്ളു കേട്ടിട്ട് അങ്ങ് വീഴാൻ പോയതാ തിരുമേനി. അപ്പോൾ താങ്കൾ എന്താണ് ഈ തള്ളലിൽ വീഴാതിരുന്നത്? അടിയൻ ഇത്തരം തള്ളലുകൾ നിത്യവും നിരവധി തവണ അനുഭവിക്കുന്നതല്ലേ. ഇപ്പോൾ എത്ര തള്ളിയാലും പ്രശ്നമില്ല, അതൊരു ശീലമായി. അല്ല മന്ത്രി, എന്തിനാണ് ഈ സഖാക്കൾ നിത്യവും ഇങ്ങനെ തള്ളുന്നത്? ഇതൊക്കെ അവരുടെ വർഗ സ്വഭാവമാണ് തിരുമേനി. ഇങ്ങനെയൊന്നും കാണിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ എടുത്തൊരു തള്ളും. അങ്ങ് മൂത്ത നേതാക്കന്മാർ മുതൽ ലോക്കൽ നേതാക്കന്മാർ വരെ തള്ളുവിദഗ്ധ തിരുമേനി. എന്നിട്ടോ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഗോഡൌണിന് മുന്നിലോ കമ്പനി പടിയുടെ മുന്നിലോ പോയി നിന്ന് കുറച്ചു നേരം നോക്കുകൂലിയും വാങ്ങി പുട്ടടിച്ച് ജീവിക്കുക. നോക്കുകൂലിയോ? അതെന്താ? നമുക്ക് മനസ്സിലായില്ല. നോക്കുകൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കലാപരിപാടിയാണ്.
ഇതിനെപ്പറ്റി അങ്ങ് പാർലമെന്റ് വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് 10. ചേട്ടോ 2 നല്ല തണുത്ത സർവത്തില്ല, ജീരസോട ഇടും, മതിയോ? എന്തായാലും വേണ്ടില്ല, നല്ലോണം തണുത്തായിക്കോട്ടെ. എന്താ ചൂട്, സഹിക്കാൻ പറ്റണല്ലേ. നമ്മുടെ സഖാവിടെ ഇന്ന് പോയില്ലേ? പോണം. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ 2 കൈ കുപ്പി തോണം സഖാവേ. അതെ, ഈ നട്ടപ്പുറ വെയിലത്ത് പകലന്തിയോളം പണിയെടുക്കണ നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ആര് പണിക്കുവാൻ? ഈ നട്ടപ്പുറ വെയിലത്ത് പണിക്കുവാനായിട്ട് ഞങ്ങൾക്ക് എന്താ പ്രാന്തണ്ടാ? അല്ല സഖാവേ, അപ്പൊ ഈ വീട്ടിലൊക്കെ എങ്ങനെ നടക്കും? അതൊക്കെ അങ്ങോട്ട് നടന്നു പോകും, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയെടുക്കും. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല, എങ്ങനെ നടക്കുന്ന സഖാവ് പറയണേ. എടോ, അതിനല്ല ഈ നോക്കൂരി എന്ന് പറഞ്ഞ ഇടപാടുണ്ടാക്കിയിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സാധനം കയറ്റി ഇറക്കുന്നത് കുറച്ചേരം പോയി നോക്കിയേക്കും, എന്നിട്ട് നോക്കൂരി എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു സംഖ്യ പിടിച്ചു വാങ്ങും. അതാണ് കുറച്ച് കാലമായിട്ടുള്ള ഞങ്ങളുടെ രീതി. അതൊക്കെ ഒരു തെറ്റല്ല സഖാവേ. അന്യന്റെ പണം അധ്വാനിക്കാതെ വാങ്ങിക്കുന്നത് പിടിച്ചു പറ എന്നല്ലേ പറയാ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ ഇതിലൊന്നും ഒരു തെറ്റുമില്ലാന്ന ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം പറയണേ. പണമുള്ളവന്റെ പണം കുറച്ച് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കട്ടെ, അവന് സന്തോഷമായിട്ട് ജീവിക്കട്ടേന്നേ. അത് തന്നെയല്ലേ പണ്ട് കായംകുളം കൊച്ചുണ്ണിയും ചെയ്തിരുന്നു എന്ന് പറയണത്. ഹേയ്, കായംകുളം കൊച്ചുണ്ണിനെ തൊട്ട് കളിക്കണ്ട. അദ്ദേഹമാണ് ഈ കൊച്ചു കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് സഖാവ്. പണിയെടുക്കാതെ അന്യന്റെ പണം തട്ടിപ്പറിക്കുന്നത് തെമ്മാടിത്തരല്ലേ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഈ നോക്കൂലി എന്ന് പറഞ്ഞ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ രാജാവിന്റെ കാലത്ത് നമ്മൾ പണിയെടുത്താലും നമ്മൾ രാജാവിന് കപ്പം കൊടുത്തിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? പിന്നെ റോട്ടികൾ നടക്കണതിന് കപ്പം കൊടുക്കണം, കല്യാണം കഴിക്കണതിന് കപ്പം കൊടുക്കണം, ഇനി ഒരു കുട്ടി ഉണ്ടായാല അതിനും കപ്പം കൊടുക്കണം, എന്തിന് തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും കപ്പം കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കരുത്. അത് ഇപ്പോഴും ഉണ്ടല്ലോ, പേരൊന്ന് മാറിയെന്ന് മാത്രം. നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുക്കാണ്ട് എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുമോ? ഒരു കച്ചവട സ്ഥാപനം തുടങ്ങണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം, ഒരു വീട് വെക്കാൻ പ്ലാൻ അപ്രൂവ്മെന്റ് കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം, ഒരു വണ്ടി റോട്ടിൽ ഇറക്കണമെങ്കിൽ റൂട്ട് കിട്ടാൻ കൈക്കൂലി കൊടുക്കണം, ഒരു ജോലി കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. എന്തിനാ അധികം പറയണേ? സർക്കാർ ആശുപത്രിയിൽ നേരെ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോ. ഒരു പഴഞ്ചൊല്ലില്ലേ, യഥോ രാജ തഥോ പ്രജ. പോയിപ്പോ രാജാവിന് മാത്രല്ല, രാജാവിന്റെ മക്കൾക്കും കപ്പം കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോ. ചേട്ടാ ഒരു ചായ. അയ്യോ, ചായക്ക് ഗ്യാസ് ഇല്ലല്ലോ ചേട്ടാ. ചായക്ക് ഗ്യാസ് ഇല്ലേ? മനസ്സിലായില്ല. പോയി ഇപ്പൊ ചായക്കും ഗ്യാസ് ആയോ? മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും ഗ്യാസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എന്നാ ഇപ്പൊ ചായക്ക് ഗ്യാസ് ഉണ്ടെന്ന് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ചായക്ക് ഗ്യാസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, ചായ ഉണ്ടാക്കാൻ ഗ്യാസ് ഇല്ലെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു ചായക്ക് ഇപ്പൊ ഗ്യാസ് ആയി തുടങ്ങിയെന്ന്. അല്ല ചേട്ടാ, നിങ്ങൾക്കല്ലേ കുറച്ച് ദിവസം മുമ്പ് പ്രധാനമന്ത്രിയുടെ എന്തോ പദ്ധതിയിൽപ്പെട്ട സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയത്? പ്രധാനമന്ത്രിയുടെ എന്തോ പദ്ധതിയല്ല, ഗ്രാമീണ ഉജ്ജ്വല യോജന പദ്ധതി. ആദ്യമൊക്കെ സൗജന്യമായിട്ട് നമുക്ക് കിട്ടും, പിന്നെ നമ്മൾ കാശ് കൊടുത്ത് കുറ്റി മേടിക്കണം. അത് വേണ്ടി വരുമല്ലോ, അല്ലാതെ ജീവിതാവസാനം വരെ പ്രധാനമന്ത്രി സൗജന്യമായിട്ട് ഗ്യാസ് തരുമെന്ന് പറയുന്നത് നടക്കില്ലല്ലോ. അതെന്താ? സൗജന്യമായി എല്ലാവർക്കും ഗ്യാസ് കൊടുത്താൽ ആരെയും വീട്ടിൽ നിന്നുള്ള പണമല്ല കൊടുക്കണത്, നമ്മൾ ടാക്സ് അടക്കുന്ന പൈസ വെച്ചല്ലേ സൗജന്യ ഗ്യാസ് കൊടുക്കണത്. എന്റെ പൊന്നു സഖാവേ, നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പണം കൊണ്ട് ഓരോന്നിടത്ത് ഇങ്ങനെ സൗജന്യമായി നൽകിയാൽ നമ്മുടെ സമ്പദ്ഘടന താറുമാറാകില്ലേ? എന്താ അവതാളത്തിലേക്കാവുമെന്നാണ് താങ്കൾ പറയുന്നു? ഇത്രയൊക്കെ സൗജന്യങ്ങൾ നൽകിയിട്ടും നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 തന്നെയല്ലേ? എന്ത് സൗജന്യങ്ങൾ നൽകുന്നു എന്നാണ് സഖാവ് പറയുന്നത്? സൗജന്യമായി കിറ്റുകൾ നൽകുന്നു, ഫോൺ നൽകുന്നു, ഇന്റർനെറ്റ് നൽകുന്നു, ലാപ്ടോപ്പ് നൽകുന്നു, ദാ ഇപ്പൊ സൗജന്യമായി അരിയും നൽകുന്നു. ഇതെല്ലാം എങ്ങനെ നൽകുമെന്നാണ് സഖാവ് ധരിച്ചു വെച്ചിരിക്കുന്നത്? വിവിധ രാജ്യങ്ങളിൽ നിന്നും വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങിയാണ് ഈ സൗജന്യങ്ങൾ നമ്മൾ നൽകുന്നത്. ഇങ്ങനെ കടം വാങ്ങി നാട്ടിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും 1 ലക്ഷം രൂപ കടമുണ്ട്. ഈ പോക്ക് പോയാൽ അധിക കാലം എടുക്കില്ല ലങ്കയ്ക്ക് തുല്യമാകാൻ. അതൊക്കെ നിങ്ങൾ പുസ്തക മുതലാളിമാരുടെയും മൂരാഴ്ചകളുടെയും കാഴ്ചപ്പാടാണ്. പിന്നെ കാണം വിറ്റ് ഓണം ഉണ്ണുക എന്നുള്ളത് മലയാളികളുടെ രീതിയാണ്. അതെ,
കാണാൻ പറ്റും ഓണം ഉണ്ടായിട്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയല്ലേ ഇപ്പോൾ. നിങ്ങളെ പോലുള്ള ബൂർഷ്വാസികളോട് സംസാരിച്ച് വെറുതെ ഞങ്ങളുടെ സമയം പാഴാവുകയുള്ളൂ. പൂണേക്കരയിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു ലോഡ് സാധനങ്ങളുമായി ഒരു ലോറി വരുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. വെറുതെ അവിടെ പോയി നിന്നാൽ മതി. ഉച്ചയാകുമ്പോഴേക്കും നോക്കുകൂലി ഇനത്തിൽ നല്ലൊരു തുക നമ്മുടെ പോക്കറ്റിലാക്കുകയും ചെയ്യാം. പണിയൊന്നും എടുക്കുകയും വേണ്ട, പരമസുഖം. അങ്ങനെ പണിയൊന്നും എടുക്കാതെ നോക്കൂലി മേടിച്ചും കൈക്കൂലി മേടിച്ചും നാടിന്റെ വികസനം ഇവര് കുട്ടിച്ചോറാക്കി. അല്ല സഖാവേ, മാവേലി ഈ തവണ ഓണത്തിന് മുമ്പ് തന്നെ കേരളത്തിലെത്തിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഞാനും കേട്ടു. അത് പാർട്ടിക്ക് വലിയ തലവേദനയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്. അതേ സഖാവേ, അത് നമുക്ക് ദോഷം ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അയാളെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് എന്റെയും ഭയം. നമ്മുടെ കള്ളത്തരങ്ങളും മറ്റും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പത്തിലോട്ടാക്കും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അടിയന്തരമായി ഞാൻ ഈ കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടിയത്. അതെ അതെ, ജനങ്ങളെല്ലാം മഹാബലിയുടെ ആ മഹാത്മ്യത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരുടെ അഴിമതിയെക്കുറിച്ചുമൊക്കെയാണ് നാട്ടിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ. വീണ്ടും ഒരു മാവേലി ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൊതുവെയുള്ള സംസാരം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ ചൊല്ല്. നമ്മുടെ ഭരണകാലത്ത് നേട്ടങ്ങളെല്ലാം നേതാക്കന്മാർക്കും അവരുടെ മക്കൾക്കും മാത്രം ലഭിക്കുന്നുള്ളൂ എന്നാണ് ജനങ്ങളുടെ പൊതുവെ സംസാരം. അതെ, അത്തരം ഒരു ജനസംസാരമുണ്ടായാൽ നമ്മുടെ പാർട്ടിയുടെ ജനകീയ അടിത്തറ തകരാൻ കാരണമായേക്കാം എന്നാണ് എൻ്റെ അനുമാനം. ജനകീയ അടിത്തറ തകരുക മാത്രമല്ല സഖാവേ, ഇനി നമുക്കൊരു അഴിമതി നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു ചേരും. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ മക്കളും എന്ത് ചെയ്യും? സഖാവിന് പേടിക്കാനൊന്നുമില്ല, മക്കളൊക്കെ നല്ല നിലയിൽ എത്തിയല്ലോ. അതെ അതെ, സഖാവിന്റെ കാര്യം ഒരു നിലയിലെത്തി. IT കമ്പനിയായി, ഹോട്ടലായി, പല പല രാജ്യങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളായി. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതല്ലല്ലോ. 2 സൊസൈറ്റികൾ കയറി പെരുമാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവന്മാർ പിടിച്ചു. ഇപ്പൊ മേലെ ആകാശവും താഴെ ഭൂമിയും എന്ന നിലയിലായി. നിർത്ത്. ഇപ്പോൾ അത് ചർച്ച ചെയ്യാനല്ല നമ്മൾ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം ഈ മാവേലിയെ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിൽ തെറ്റെനിക്ക് ക്ഷമിക്കണം. തൽക്കാലം നമ്മുടെ പഴയ നടപടി അങ്ങ് എടുത്താലോ? നമ്മുടെ പതിവ് പരിപാടി, കുലംകുത്തികൾക്ക് കൊടുക്കുന്ന പതിവ് പരിപാടി. അത് വേണ്ട. പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അത് നമ്മൾക്ക് തന്നെ ദോഷം ചെയ്തേക്കും. പിന്നിപ്പോ എന്ത് ചെയ്യാൻ? അതൊക്കെ ആലോചിക്കാൻ തന്നെയാണല്ലോ യോഗം കൂടിയിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ പരിപ്പോടെ നിന്ന് സ്ഥലം കാലിയാക്കാനാണോ? അല്ല സഖാവേ, നമുക്ക് നമ്മുടെ ദിവ്യാസ്ത്രം എടുത്തൊന്ന് പ്രയോഗിച്ചാലോ? താൻ വളച്ചൊടിക്കാതെ കാര്യം പറയുന്നു. അതേ സഖാവേ, എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ആ ദിവ്യാസ്ത്രം തന്നെ സ്ത്രീപീഡനം. അതിപ്പോഴൊന്ന് പ്രയോഗിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ടെന്താ? ആ അസ്ത്രം ശരിക്കും ഏറ്റില്ലേ? ആ പയ്യൻ നാറാണക്കല്ലെടുത്തില്ലേ? ഇനി അവന് തലയിൽ മുണ്ടിടാതെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? മാത്രമല്ല അവന്റെ രാഷ്ട്രീയ ഭാവി തകർന്ന് തരിപ്പണമായില്ലേ. അതെ, അത് മതി. അത് നിരവധി തവണ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച അസ്ത്രം തന്നെയാണ്. അത് ഇവിടെയും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നടപടി ആരംഭിക്കാല്ലേ? തീർച്ചയായും. ഒട്ടും അമാന്തം വേണ്ട. എന്തിനും ഏതിനും കേന്ദ്ര കമ്മിറ്റി കൂടെയുണ്ട്. പതിവ് രീതികളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ ഓണത്തിന് മുൻപ് തന്നെ കേരളത്തിലെത്തി വിവാദം സൃഷ്ടിച്ച മഹാബലി തമ്പുരാൻ മറ്റൊരു വിവാദ കുരുക്കിൽ. കേരളത്തിന്റെ ഗതാഗതത്തെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ട് ബസ്സിൽ സഞ്ചരിക്കവേ തന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി. മഹാബലി തമ്പുരാന്റെ കൈകൾ തന്റെ ദേഹത്ത് 2 പ്രാവശ്യം സ്പർശിച്ചു എന്ന് ആ സ്ത്രീ തന്റെ സോഷ്യൽ മീഡിയയിലെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതിനകം ഈ വീഡിയോ കേരളക്കരയാകെ വൈറലായി കഴിഞ്ഞു. I cannot believe this is real. Look at this road.
That has to be fake news, man. Slogan. How is that even possible? Look at this list the meme. My God, send that to me right now. I can't believe she posted that. Look at this picture. It is so funny. Oh my goodness. Where did you find this one? Hey, what is this you are watching? Give me that phone right now. I want to see the video. Wait. What is so interesting on that phone? Pass it here. Let me watch too. കേരളത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ ഭയാനകമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രോഗ്രസീവ് കോൺഗ്രസ് പ്രസിഡന്റ് ചക്കരപ്പറമ്പിൽ ചാക്കോച്ചൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പീഡനം കേരളത്തിനൊരു പുത്തിരിയല്ല. പക്ഷേ സന്ദർശനത്തിനെത്തിയ മാവേലി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നത് അതീവ ഗുരുതരമായ ഒരു കുറ്റകരം തന്നെയാണ്. ഇതിനെതിരെ ഞാനും എൻ്റെ പാർട്ടിയും ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതിനെതിരെ ധർണയും മറ്റു കാര്യപരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. മലയാളി മംഗങ്ങളോട് മാന്യതയില്ലാതെ പെരുമാറുന്ന വ്യക്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം SI കുറ്റിച്ചുരുൽ കുഞ്ഞപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു സന്ദർശന വിസയിലെത്തിയ ഒരു വ്യക്തി നമ്മുടെ മലയാളി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കൂടാതെ എത്ര ഉന്നതനായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കേരളക്കരയാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സാറേ, ഇയാളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ മാവേലി തമ്പുരാൻ. ബസിക്കർ സ്ത്രീകളെ പീഡിപ്പിക്കില്ല ഇവന്റെ പ്രധാന ഹോബി. ആണോടോ? താൻ സ്ത്രീകളെ പീഡിപ്പിച്ചോ? ഇല്ല ബഹുമാനനായ നിയമപാലക, നോം ആരെയും പീഡിപ്പിച്ചിട്ടില്ല. എല്ലാം ഒരു കെട്ടുകഥ മാത്രം. താൻ പീഡിപ്പിക്കാതെ പീഡിപ്പിച്ചെന്ന് പറയാൻ അവർക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മുടെ പോലീസ് മുറി പ്രയോഗിക്കും സാറേ. തത്ത പറയുന്നല്ലോ അവൻ പറയും. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ. ഇതിനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിരിക്കണം. സാറേ ഒന്ന് വന്നേ. സാറേ, ഇയാളൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ആ വീഡിയോ മുഴുവനും കണ്ട്. ഇത് നമ്മുടെ മറ്റേ കോഴിക്കോട് കേസ് അതേപോലെ തട്ടിപ്പാണിത്. ആ സ്ത്രീ തന്നെയാണ് ഇതിലും കക്ഷി. സാറേ, അധികം തല്ലാൻ നിൽക്കണ്ട. ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയ്ക്ക് തന്നെ വരും. എന്ത് ചെയ്യൂടപ്പോ? നാട്ടുകാർ മുഴുവൻ അറിയുകയും ചെയ്തു, പിടിച്ചിട്ട് വരികയും ചെയ്തു പണ്ടടങ്ങാനായിട്ട്. സാറേ, എന്താണെങ്കിലും നനഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ കുളിച്ചു കയറുന്നതിൽ അതിൻ്റെതായ ഒരു രീതി. അടുത്ത് താന്ത് ഉദ്ദേശിച്ചു മനസ്സിലായില്ല. പറ. സാറേ, അയാളുടെ ദേഹത്ത് കണ്ടില്ലേ മറച്ചു സ്വർണ്ണ. അതെങ്ങനെങ്കിലും പിടിച്ചെടുക്കണം. അത്രയും സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരാ? പക്ഷെ അതൊക്കെ എങ്ങനെ നടക്കും? അതൊക്കെ ശരിയാക്കാം. സാറ് നിന്ന് വന്നാ മതി. എന്റെ പൊന്നു മാവേലി തമ്പുരാനെ, ഇത് വലിയ പ്രശ്നത്തിലായല്ലേ ഇപ്പൊ? സ്ത്രീ പീഡനത്തിനെ ചുരുങ്ങിയത് 12 വർഷമാണ് ശിക്ഷ. പാരോട് പോലും കിട്ടില്ല. മാത്രമല്ല, അങ്ങേക്ക് ഇനി പാതാളത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം പ്രശ്നമാവുന്ന ലക്ഷണമാണല്ലോ മഹാബലി തമ്പുരാനെ. അങ്ങേക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹമില്ലേ? എനിക്കെന്തായാലും പാതാളത്തിലേക്ക് മടങ്ങിയേ പറ്റൂ. അതെന്റെ പ്രതിജ്ഞയാ. നമുക്ക് CAക്ക് പണം കൊടുത്തിട്ട് കേസ് ഒതുക്കിട്ടുണ്ട്. അതിന് നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ. പണമില്ലെങ്കിൽ എന്താ, സ്വർണമുണ്ടല്ലോ കയ്യില്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ? എന്റെ പൊന്നു മാവേലി, ജയിലിൽ പോയി കിടക്കണേക്കാ ഭേദം ഈ സ്വർണ്ണക്ക് ആ CAക്ക് കൊടുത്താല് അദ്ദേഹം ഈ കേസ് തീർപ്പാക്കും. CAക്ക് മാത്രമല്ല, ഷെയർ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. സമ്മതമാണെങ്കിൽ നമുക്ക് ഈ കേസ് തീർക്കാം. അങ്ങേക്ക് സന്തോഷമായിട്ട് പാതാളത്തിൽ പോവുകയും ചെയ്യാം.
ആ കാഞ്ചൂരി വസ്ത്രങ്ങളും കൂടെ ഊരി വെച്ചോ. അതെ, ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ വിട്ടുന്നെങ്ങാനും നാട്ടുകാർ ഇറങ്ങിയാല് പ്രശ്നമാവും. ശരി, നോം ആരോടും പറയില്ല. എത്രയും പെട്ടെന്ന് പാതാളത്തിലോട്ട് മടങ്ങിക്കൊള്ളാം. അതെന്താ മന്ത്രി ആകാശത്തിലൂടെ പറന്നു വരുന്നത്? ഒരു വലിയ പക്ഷിയെ പോലുണ്ടല്ലോ. ഇത്രയും വലിയ പക്ഷിയോ? നോം ആദ്യമായിട്ടാണ് കാണുന്നത്. അത് പക്ഷിയല്ല തിരുമേനി, അതാണ് വിമാനം, എയറോപ്ലെയിൻ എന്ന് സായിപ്പന്മാർ പറയും. എന്തു തന്നെ ആയാലും കാണാൻ നല്ലൊരു കാഴ്ച തന്നെ. അല്ല മന്ത്രി, അതെന്തിനാണ് ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു കളിക്കുന്നത്? അത് ആകാശത്ത് പറന്നു കളിക്കുകയല്ല തിരുമേനി, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയും സാധനങ്ങളെയും കൊണ്ടുവരാനും കൊണ്ടുപോകാനുമുള്ളൊരു വാഹനമാണ്. അതെയോ, അതിഗംഭീരമായിരിക്കുന്നു. ഇതിപ്പോൾ എവിടെ നിന്നുള്ള ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്? ഈ വിമാനം ഗൾഫിൽ നിന്നുള്ള ആളുകളെയും സാധനങ്ങളും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. മന്ത്രി, ഈ വാഹനത്തിൽ ഇവർക്ക് എന്നെ പാതാളം വരെ ഒന്ന് കൊണ്ടുപോയി വിടാൻ സാധിക്കുമോ? നമ്മുടെ പ്രജകളാൽ അപമാനിതനായി ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുവാൻ സാധിക്കുകയില്ല. ഈ വിമാനത്തിന് അങ്ങയെ പാതാളത്തിലേക്കൊന്നും കൊണ്ടുപോയി വിടാൻ സാധിക്കില്ല തിരുമേനി. നിങ്ങളുടെ പ്രയാസങ്ങൾ നാം മനസ്സിലാക്കുന്നു. പതിവിലും നേരത്തെ ഇപ്രകാരം നാണം കെട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെയും എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. എന്തെങ്കിലും അടിയന്തര പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അല്ല മന്ത്രി, അവരെന്താണ് ഈ തലയിൽ ചുമന്നു കൊണ്ടുവരുന്നത്? ഇതും ഈ വിമാനത്തിൽ തന്നെ കൊണ്ടുവന്നതാണോ? അത് തിരുമേനി, അതങ്ങ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നമ്മുടെ നാട്ടുപ്രമാണിക്കുള്ള പ്രത്യേകതരം ബിരിയാണിയാണിത്. ബിരിയാണിയോ? അതെന്താ മന്ത്രി, ബിരിയാണി എല്ലാം ഗൾഫിൽ നിന്നെല്ലാം കൊണ്ടുവരുന്നത്? ഇവിടെ നാട്ടിൽ ഉണ്ടാക്കിയാൽ പോരെ? അയ്യോ തിരുമേനി, അതൊരു പ്രത്യേകതരം ബിരിയാണിയാണ്. ഗൾഫിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. അതെന്താണ് ഈ ബിരിയാണിക്ക് ഇത്രയും വലിയ പ്രത്യേകത? ഇത് നമ്മുടെ നാട്ടുപ്രമാണിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളൊക്കെ ചേർത്തുള്ള പ്രത്യേകതരം ബിരിയാണിയാണ്. ഇങ്ങനെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായിരിക്കുന്നത്. അല്ല, ആ പിന്നിൽ ചെറിയ പാത്രത്തിൽ കൊണ്ടുവരുന്നത് ബിരിയാണി തന്നെയാണോ? ഏയ്, അത് ബിരിയാണിയേ അല്ല. അതെ, സ്വർണ്ണക്കുരുക്കൾ കൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഈത്തപ്പഴമാണ്. സ്വർണ്ണക്കുരുവുള്ള ഈന്തപ്പഴവും ഉണ്ടോ? അത്ഭുതകരമായിരിക്കുന്നു. നാം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സ്വർണ്ണക്കുരുക്കളുള്ള ഈത്തപ്പഴം ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടുമുഖ്യൻ വളരെ കടുംപിടുത്തക്കാരനാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ നാട്ടുപ്രമാണി അത് കേവം തന്നെയാണ് മാവേലി തമ്പുരാന്. ഒരു പക്ഷേ ആ കാര്യത്തിൽ അദ്ദേഹം അങ്ങയേക്കാൾ ഒരുപാട് മുന്നിലാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുക എന്നത് നമ്മെ പോലെ മഹാനായ മനുഷ്യന്റെ ലക്ഷണമാണ് മന്ത്രി. എന്തായാലും നോം നിങ്ങളുടെ നാട്ടുപ്രമാണിയെ ബഹുമാനിക്കുന്നു. അല്ല, അതെന്താ കുറച്ച് ആളുകൾ ഞൊണ്ടി നടന്നു വരുന്നത്? വിമാനത്തിൽ അധികം നേരം ഇരുന്നതുകൊണ്ട് അവരുടെ കാലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? അല്ല തിരുമേനി, അവർ മലദ്വാർ സ്വർണ്ണക്കടത്ത് തൊഴിലാളികളാണ്. മലദ്വാർ സ്വർണ്ണക്കടത്ത് തൊഴിലാളികളോ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല മന്ത്രി. സാധാരണ ജനങ്ങൾ ചെറിയ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ ബാഗുകളിൽ കൊണ്ടുവരുമ്പോൾ ഇവർ കിലോ കണക്കിനുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകൾ മലദ്വാരത്തിലാണ് കടത്തിക്കൊണ്ടുവരുന്നത്. വലിയ പ്രതിഫലമാണ് ഇവർക്ക് അതിന് ലഭിക്കുന്നത്. ഇതൊരു പുതുമയുള്ള വാർത്തയാണല്ലോ മന്ത്രി. നോം ദുർഗന്ധമുള്ള മലം വിസർജിക്കുവാൻ മലദ്വാരം ഉപയോഗിക്കുമ്പോൾ ഇവർ കോടികൾ സമ്പാദിക്കുവാൻ ഈ മലദ്വാരം ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഈ മലയാളികൾ ഈ മലദ്വാരത്തിന് കണ്ടുപിടിച്ചിരിക്കുന്നത്. കേമം തന്നെ. പ്രിയപ്പെട്ട എൻ്റെ പ്രജകളെ,
ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായ കാരണം നമുക്ക് നമ്മുടെ ഈ പര്യടനം ഇവിടെ അവസാനിപ്പിച്ച് പാതാളത്തിലേക്ക് മടങ്ങുവാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പതിവിൽ നിന്നും വിഭിന്നമായി ഈ പ്രാവശ്യം നാം മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്നുള്ളൊരു ദുഃഖം ബാക്കിയുണ്ട്. ദുഃഖിക്കേണ്ടത് അവിടെ നിന്നല്ല, മറിച്ച് ഞങ്ങളാണ്. കള്ളക്കേസിൽ പിടിച്ച് അപമാനിച്ചത് ഞാനടക്കമുള്ള സമൂഹമല്ലേ? ഛേ, അവിവേകം പറയാതിരിക്കൂ മന്ത്രി. ഇതിനേക്കാൾ എത്രയോ വലിയ ദുഃഖമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ദേവന്മാർ എനിക്ക് നൽകിയത്. അതും നോം ക്ഷമിച്ചില്ലേ? അതുപോലെ ഇതും നോം ക്ഷമിച്ചിരിക്കുന്നു. ഈ അനിഷ്ട സംഭവത്തിന്റെ പേരിൽ അങ്ങനെ മലയാള നാട്ടിലേക്ക് വരാതിരിക്കല്ലേ തിരുമേനി? ഒരിക്കലുമില്ല. നമുക്ക് നമ്മുടെ പ്രജകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണുക എന്നത് മാത്രമാണ് മോഹം. ബാക്കിയെല്ലാം മറക്കാനും പുറക്കാനും നമുക്ക് സാധിക്കും. ശരി, ഇനി ഓണക്കാലത്ത് പതിവ് പോലെ ഈ മലയാളക്കരയിലേക്ക് വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഇടവരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നാം യാത്ര പറയുകയാണ്. വിടരുതവനെ, കള്ളനവൻ. അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് വിചാരിച്ചു അല്ലേ? പോലീസുകാരോടെ കളി ചോട്ടി നിന്നു വാട്ടു പേറോട്ടക്കളവാ. നിയമപാലക, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം, തനിക്കെല്ലാം മനസ്സിലാക്കി തരാം. കൂട്ടത്തി ഞങ്ങൾ ആരാണെന്നും. താൻ എവിടേക്കും പോകുന്നില്ല, നടക്ക് പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തല്ലേ? ഒരു പ്രശ്നവും തീർന്നിട്ടില്ല, തുടങ്ങാൻ പോണേയുള്ളൂ. കൊറേ മുക്കുവണ്ടങ്ങളും തന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് നാട് വിടാന്ന് കരുതിയോ? നടക്കില്ല മോനെ, നടക്കില്ല. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഭാഗ്യമാനൊരു കംപ്ലൈന്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അകത്താകേണ്ടതാണ് ഈ മുക്കുവണ്ടം പണയം വെച്ചതിന്. മുക്കുപണ്ടങ്ങളോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ആഭരണങ്ങളെല്ലാം പണിതിരിക്കുന്നത് തനി തങ്കത്തിലാണ്. കാലാകാലങ്ങളായി മാവേലി തമ്പുരാന്റെ ആഭരണങ്ങളെല്ലാം ക്ഷേത്രത്തിലെ ഈ അടച്ചുറപ്പുള്ള നിലവറയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത ആ നിലവറയുടെ താക്കോൽ പോറ്റിയുടെ കയ്യിലാണുള്ളത്. സംശയം ഉണ്ടെങ്കിൽ പോറ്റിയോട് ചോദിച്ചു നോക്കൂ. ആരോട്? ദേ ഈ പോറ്റിയോട്. പോറ്റിയേ, വിട്ടോടാ. മാവേലി തമ്പുരാന് ഞങ്ങളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് പൊറുക്കണം. അങ്ങ് ഇനിയും കേരളത്തിലേക്ക് വരണം. പോലീസുകാരെ വല്ലാതെ ഉപദ്രവിച്ചല്ലേ, ഒന്നും കാര്യമാക്കണ്ട, വീണ്ടും വരണം. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാം, മനസ്സിലൊന്നും വെക്കരുത്, വീണ്ടും വരണം. മലയാളികൾ പൊതുവെ വകതിരിവില്ലാത്തവരാണ്, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് കാര്യമാക്കണ്ട മാവേലി തമ്പുരാനെ, ഇനിയും വരണം. പാതാളത്തിലാണെങ്കിലും മാലിന്യ നിർമ്മാർജ്ജനം ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അവിടെയും വന്ന് ചെയ്തു തന്നോളാം, അറിയിച്ചാ മതി. രാഷ്ട്രീയക്കാരനാണ്, വർഗശത്രുക്കളോട് പോരാടിയാണ് ശീലം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. അങ്ങ് ഇനിയും നമ്മുടെ ഈ കേരളത്തിലോട്ട് വരണം. സ്വാമിയേ അയ്യപ്പ. 10-12 വയസ്സൊക്കെ പ്രായമായില്ലേ? ഇനി നീ നിന്റെ സ്വത്തും സ്വർണവും എല്ലാം സ്വയം കാത്തു സൂക്ഷിച്ചോളണം. കൂടെയുള്ളവരൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാ, ഇരിക്കണ ഇരിപ്പിടം വരെ വലിച്ചുകൊണ്ടു പോകുന്നവരാ. പത്മനാഭ, നിന്നോടും കൂടി ഈ പറയുന്നത്.